ഹായ് ഫ്രണ്ട്സ്, കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സ്മാർട്ട് ഫോണുകൾ പൊട്ടിത്തെറിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങളൊരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് ലഭിക്കുന്നതാണ്. സ്മാർട്ട് ഫോണുകൾ പൊട്ടിത്തെറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളത് സയോമിയുടെ ഫോണുകളെ കുറിച്ചാണ്. സയോമി ഫോണുകൾ പൊട്ടിത്തെറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. ഇതിൽ സത്യസന്ധമായിട്ടുള്ള ന്യൂസ് ഏതാണ്, ഇതിൽ ഫേക്ക് ഏതാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് ഒത്തിരി സമയമെടുക്കും. അതൊക്കെ തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്ക് അടുത്ത കേസ് ഇതേപോലെ എവിടെ നിന്നെങ്കിലും പൊങ്ങി വരും. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ കയ്യിൽ കൊണ്ടു നടക്കുന്ന ഈ ഫോണ് ഏത് സമയത്തും പൊട്ടിത്തെറിക്കുമെന്നുള്ള ഒരു ഭയം മനസ്സിൽ വെച്ചുകൊണ്ട് ഫോൺ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഫോൺ ബ്ലാസ്റ്റ് ചെയ്തു എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആ ഫോൺ ബ്ലാസ്റ്റ് ചെയ്തു, എന്താണ് അതിൻ്റെ പുറകിലെ കാരണം എന്ന് അന്വേഷിക്കാറില്ല. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒരു ഫോൺ ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയാം കമ്പനി അങ്ങനെയുള്ള ഫോണുകളാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അവർ ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽസ് ഉപയോഗിച്ച് ആ ഫോൺ നിർമ്മിച്ചുകൊണ്ടാണ് ആ ഫോൺ ബ്ലാസ്റ്റ് ചെയ്തതെന്നാണ് നമ്മൾ പറയുക. നമ്മൾ അത്രയും മാത്രം ചിന്തിച്ച് ആ കാര്യത്തെ വളരെ നിസ്സാരമായിട്ട് കണ്ട് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഒരു കമ്പനി ഫോൺ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിക്കുന്ന കാര്യം അതിൽ ബാറ്ററി ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ നിർമ്മിച്ച് ഒരു ഫോണിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആ ഫോണിന്റെ ബാറ്ററി. ആ ഫോണിന്റെ ബാറ്ററിയുടെ ഡിസൈൻ അനുസരിച്ചായിരിക്കും ആ ഫോണിന്റെ തന്നെ മൊത്തം ഡിസൈൻ വരുന്നത്. അപ്പോൾ ഈ ബാറ്ററി ഏറ്റവും ചെറുതായി ഏറ്റവും എഫിഷ്യൻസി ഉള്ളതായിട്ട് നിർമ്മിക്കാനാണ് എല്ലാ കമ്പനികളും ശ്രമിക്കാറുള്ളത്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകളിലും ലിഥിയം അയൺ ബാറ്ററീസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഫോൺ ബ്ലാസ്റ്റ് ചെയ്തു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആ ഫോൺ അല്ല ബ്ലാസ്റ്റ് ചെയ്യുന്നത്. ഒരു ഫോൺ ഒരിക്കലും പൊട്ടിത്തെറിക്കുകയല്ല ചെയ്യുന്നത്. ഫോണിന്റെ ബാറ്ററിയിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായതിനു ശേഷം ആ ബാറ്ററിയാണ് ബ്ലാസ്റ്റ് ചെയ്യുന്നത്. ഫോൺ ബ്ലാസ്റ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫോണിൻ്റെ ബാറ്ററിയെക്കുറിച്ച് നമ്മളൊന്ന് അറിയണം. അപ്പോൾ ബാറ്ററിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലിഥിയം അയൺ ബാറ്ററിയെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ സ്മാർട്ട് ഫോൺ ബാറ്ററീസ് ഉണ്ടാക്കിയിരിക്കുന്നത് ലിഥിയം അയൺ ഉപയോഗിച്ചാണ്. ഇതിൽ ലിഥിയം യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം ലിഥിയം വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതിനോടൊപ്പം തന്നെ കുറഞ്ഞ സ്പേസിൽ ഇതിൽ കൂടുതൽ എനർജി സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ എല്ലാ ലിഥിയം അയൺ ബാറ്ററിയിലും 2 ഇലക്ട്രോഡുകളുണ്ട്. ഒന്ന് പോസിറ്റീവ്, മറ്റൊന്ന് നെഗറ്റീവ്. ഇതിൽ പോസിറ്റീവ് ഇലക്ട്രോഡിന് നമ്മൾ പറയുന്നത് കാഥോഡ് എന്നാണ്. അതിനോടൊപ്പം തന്നെ നെഗറ്റീവിന് നമ്മൾ പറയുന്നത് ആനോഡ് എന്നാണ്. നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന സമയത്ത് കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇത് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ഇതിനിടയ്ക്കുണ്ട്. ഈ സ്പേസ് ഇലക്ട്രോലൈറ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഈസിലി ലിഥിയം മൂവ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. അപ്പോൾ ലിഥിയം കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് മൂവ് ചെയ്യും. അതിനുശേഷം ഫോൺ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് ഇത് തിരിച്ചു മൂവ് ചെയ്യും. ഇതാണ് ഫോൺ ചാർജ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ഇതിനുള്ളിൽ ബാറ്ററിക്കുള്ളിൽ നടക്കുന്ന പ്രോസസ്സിങ്. അപ്പോൾ ഏത് സമയത്താണ് ഫോൺ ബ്ലാസ്റ്റ് ആകാനുള്ള സാധ്യതയെന്ന് കൂടി ഞാൻ പറയാം. ലിഥിയം മൂവ് ചെയ്യുമ്പോൾ ആനോഡും കാഥോഡും കൂട്ടിമുട്ടാനൊരു ഏതെങ്കിലും കാരണവശാൽ ഇതിനിടയ്ക്ക് വെച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് ജനറേറ്റ് ആവുകയും ബാറ്ററി ബ്ലാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് എല്ലാ ലിഥിയം അയൺ ബാറ്ററിക്കുള്ളിൽ ഒരു മെമ്മറൈൻ കൊടുത്തിട്ടുണ്ട്, ഒരു ലെയർ ഉണ്ട്. ഈ കൂട്ടിമുട്ടൽ ഒഴിവാക്കാനായിട്ട് ഒരു ലെയർ ഉണ്ട്. അപ്പോൾ ഈ ലെയറിന് ഏതെങ്കിലും രീതിയിലുള്ള ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ലിഥിയം മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൽ സ്പാർക്ക് ഉണ്ടാവും. അതിനുശേഷം ബാറ്ററി ബ്ലാസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ഓവർ ഹീറ്റ് ഇവിടെ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഓവർ ഹീറ്റ് ജനറേറ്റ് ആവുകയും പിന്നീട് ബാറ്ററി ബ്ലാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു നോർമലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ബാറ്ററിക്കുള്ളിൽ നടക്കുന്ന പ്രോസസ്സിങ് ഇതാണ്. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഈ മെമ്മറൈൻ റപ്ചർ ആകാം? നമ്മൾ ഫോൺ വലിച്ചെറിയുക, ദേഷ്യം വരുമ്പോൾ ഫോൺ എടുത്ത് വലിച്ചെറിയുകയാണ്. അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ പോയിട്ട് ആ ഫോൺ വീണ്ടും കയ്യിലെടുത്തിട്ട് നോക്കും. പുറമേ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നീട് നമ്മളത് കൊണ്ടു നടക്കും. ഒരു പക്ഷേ നമ്മൾ ആ ദേഷ്യത്തിൽ വലിച്ചെറിയുന്ന സമയത്ത് ആ ഫോണിൻ്റെ ബാറ്ററിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഏതെങ്കിലും സമയത്ത് ആ ഫോൺ പൊട്ടിത്തെറിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആ ബാറ്ററി പൊട്ടിത്തെറിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയെ കുറ്റം പറയും. നമ്മൾ വലിച്ചെറിഞ്ഞ കാര്യം അവിടെ മറന്നു കളയും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഫോൺ ഏതെങ്കിലും രീതിയിൽ ബ്ലാസ്റ്റ് ആയി കഴിയുമ്പോൾ അതൊന്നും നമ്മൾ ഓർമ്മയിൽ വരുത്തില്ല. കമ്പനിയുടെ ഫോൺ ബ്ലാസ്റ്റ് ആയി, അല്ലെങ്കിൽ സയോമിയുടെ ഫോൺ ബ്ലാസ്റ്റ് ആയി, സാംസങ്ങിന്റെ ഫോൺ ബ്ലാസ്റ്റ് ആയി എന്നുള്ള ഒരു കാര്യമേ നമ്മുടെ മനസ്സിൽ വരത്തുള്ളൂ. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടെ ഞാൻ പറഞ്ഞു തരാം. ഫോൺ ബ്ലാസ്റ്റ് ആകാതിരിക്കാൻ, ഫോണിന്റെ ബാറ്ററി ബ്ലാസ്റ്റ് ആകാതിരിക്കാനായിട്ട് കൂടുതലും ഫോൺ ഓവർ ഹീറ്റ് ആകാതെ നോക്കുക. ഫോൺ ഓവർ ഹീറ്റ് ആകുന്നത് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഫോണിലെ മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പ്രോസസ്സർ ചൂടായിട്ട്
ഫോൺ ഹീറ്റ് ആകാറുണ്ട്. അതല്ലാതെ നമ്മൾ ചാർജിങ്ങിൽ ഇട്ടുകൊണ്ട് ഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഫോൺ ചാർജ് ആകുകയും ഒരു ഫോണിൽ നിന്ന് ഫോൺ ഡിസ്ചാർജ് ആകുകയും ചെയ്യുന്ന സമയത്ത് ഫോണിൻ്റെ ബാറ്ററിയിൽ ഹീറ്റ് ജനറേറ്റ് ആവും. അപ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കുക. അതിനോടൊപ്പം തന്നെ പലരും ഫോണിൻ്റെ ബാക്ക് കവർ, വളരെ കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ബാക്ക് കവറാണ് ഫോണിൻ്റെ ഇട്ട് വെച്ചിരിക്കുന്നത്. അത് ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടാൽ നമുക്ക് ഓർക്കും ഒരു ജന്മം മൊത്തം ഈ ഫോണും കൊണ്ട് നടക്കണം, ഇതിലൊരു പോറൽ പോലും വരലെന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ബാക്ക് കവറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ ഫോണിൻ്റെ ബാറ്ററിയെ തീർച്ചയായിട്ടും ബാധിക്കും. ഈ ബാക്ക് കവർ കാരണം ഫോണിനുള്ളിൽ ജനറേറ്റ് ആകുന്ന ഹീറ്റ് വെളിയിലോട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളൊക്കെ വളരെ ചെറിയ ഫോണുകളാണ്. അതിനുള്ളിൽ നിന്ന് ഹീറ്റ് ജനറേറ്റ് ആകുന്നത് വെളിയിൽ പോകാൻ തന്നെ വലിയ പാടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കവറൂടെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഹീറ്റ് ഓവർ ഹീറ്റ് ആവും. അപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതേപോലെ ഭയങ്കര കട്ടിയുള്ള കവറുകളൊക്കെയാണ് ഫോണിൻ്റെ ബാഗിൽ ഇട്ടിരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ റിമൂവ് ചെയ്ത് വെക്കുക. അതിനോടൊപ്പം തന്നെ ഫോൺ ബ്ലാസ്റ്റ് ആകാനുള്ള ഒരു കാരണം മാനുഫാക്ചറിങ് ഡിഫക്റ്റ്, ഏതെങ്കിലും രീതിയിലുള്ള മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഈ ഫോണിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാറ്ററിയിലുണ്ടെങ്കിൽ അതും ഒരു കാരണമാണ്. എല്ലാം നമ്മളുടെ കുറ്റം മാത്രമല്ല, കമ്പനിയുടെ സൈഡിൽ നിന്നും, നമ്മൾക്ക് ഫോൺ തരുന്ന കമ്പനിയുടെ സൈഡിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഈ ഫോണിലുണ്ടെങ്കിൽ അതും ഫോൺ ബ്ലാസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ കാരണമാകും. നമുക്ക് നോട്ട് 7, അതായത് സാംസങ്ങിൻ്റെ ഒരു ഫോണ് സാംസങ് പിൻവലിച്ചിരുന്നു, നോട്ട് 7. ഇതേപോലെ ഒരുപാട് ഇടങ്ങളിൽ ഒരുപാട് ഫോണ് ബ്ലാസ്റ്റ് ആയതിനു ശേഷം കമ്പനി തന്നെ അത് തിരിച്ചെടുത്തിരുന്നു. അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരുന്നു. അതിനോടൊപ്പം തന്നെ കാറിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് ഫോൺ ചാർജിങ്ങിൽ ഇട്ടിട്ട് കാറിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് നമ്മളിങ്ങനെ വെക്കും. അതിനുശേഷം നമ്മൾ കാർ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഫോൺ ഫ്രണ്ടിൽ ഇങ്ങനെ ചാർജിങ്ങിൽ തന്നെ കിടക്കും. അതിപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഇട്ടിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഈ സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് ഫോണിലോട്ട് അടിക്കുന്ന ഉടനെ ഓവർ ഹീറ്റ് അവിടെ ജനറേറ്റ് ആവും. ഫോണിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഹീറ്റ് ഉണ്ട്, അതിനുശേഷം നമ്മൾ വെളിയിൽ നിന്നൂടെ ഹീറ്റ് കൊടുക്കുകയാണ് ഫോണിന്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഡാമേജ് ഉള്ള ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഫോണ് അല്ലെങ്കിൽ ബാറ്ററി ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ തേർഡ് പാർട്ടി ചാർജറുകൾ നിങ്ങൾ ഫോൺ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത്. ഏതെങ്കിലും ഫോണിൻ്റെ ചാർജർ കേടായി കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ആ കമ്പനിയുടെ ചാർജർ തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സെയിം വോൾട്ടേജിലുള്ള മറ്റ് ചാർജറുകൾ ഉപയോഗിക്കുക. അല്ലാതെ കയ്യിൽ കിട്ടുന്ന എല്ലാ ചാർജറും ഏതെങ്കിലും ലോക്കൽ ചാർജറൊക്കെ ഉപയോഗിച്ച് എൻ്റെ ഫോൺ ചാർജ് ചെയ്യാമെന്ന് കരുതരുത്. ഒറിജിനൽ ചാർജർ തന്നെ ഉപയോഗിച്ച് നിങ്ങൾ ഫോൺ ചാർജ് ചെയ്യുക. ഇതൊക്കെ നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. നമ്മൾ ആവശ്യമില്ലാത്ത പരിപാടി നമ്മുടെ ഫോണിൽ ചെയ്ത് നമ്മുടെ ഫോൺ പൊട്ടിത്തെറിക്കുകയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, കയ്യിലിരുന്നൊരു ഫോൺ പൊട്ടിത്തെറിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഈ ചെറിയ ചെറിയ നുറുങ്ങ് വിദ്യകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെ വളരെ റെയറായിട്ട് നടക്കുന്ന സംഭവമാണ് ഈ ഫോണിൻ്റെ ബാറ്ററിയൊക്കെ ബ്ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോൺ ഹീറ്റ് ആകുകയൊക്കെ ചെയ്യും, അതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഫോൺ ഓവർ ഹീറ്റായി നിങ്ങളുടെ കൈ പൊള്ളുന്ന രീതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉടൻ തന്നെ കസ്റ്റമർ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഫോണിൻ്റെ ബാറ്ററിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഫോണിൽ ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യിപ്പിക്കണം. അതായത് ഓവർ ഹീറ്റ് ആകുന്ന ഒരു ഫോണും കൈവച്ചുകൊണ്ട് നടക്കരുത്. ഹീറ്റ് ആകുക എന്നുള്ളത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഫോൺ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഏതെങ്കിലും ഒരു കമ്പനിയെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയെ പൊക്കി പറയുകയൊന്നും അല്ല ചെയ്തിവിടെ. നോർമലായിട്ട് നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ആദ്യം സയോമി എന്ന് പറയുന്ന കമ്പനിയുടെ ഫോണുകൾ ബ്ലാസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇതിനു മുമ്പ് ഒരുപാട് കേസസ് സയോമി ഫോണുകളെക്കുറിച്ച് വന്നിട്ടുണ്ട്. എന്നാൽ ഒരു കേസിനും ഒരു പ്രൂഫ് ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഉണ്ടായിട്ടില്ല. സയോമിയുടെ സൈഡിൽ നിന്നും ഇതേപോലെയുള്ള കേസുകൾ ഉണ്ടാകുന്ന സമയത്ത് അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളുടെ ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം എവിടെ എന്താണ് സംഭവിച്ചത് അത് സയോമി തന്നെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാറുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ബാംഗ്ലൂർ എന്തോ ഒരു സയോമി ഫോണ് ബ്ലാസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് കമ്പനി പറഞ്ഞ കാര്യം, ആ ഫോണ് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള കാരണം ഓവർ പ്രഷർ കാരണമാണ്. അതായത് എക്സ്ട്രീം പ്രഷർ ആ ഫോണിൽ വന്നപ്പോഴാണ് ആ ഫോൺ ബ്ലാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ കയ്യിൽ നിന്നുള്ള തെറ്റുകളിലൂടെയും ഫോണ് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ടുള്ള ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക്